ബഹുമാന്യ സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ ആവേശം പകരാൻ കിബിയുടെ പ്രവർത്തനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. സംസ്ഥാനത്ത് ഒരു കാലഘട്ടം മുഴുവൻ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിരവധി പ്രധാന പദ്ധതികൾ, സ്വപ്ന പദ്ധതികളെന്ന് പറയുന്ന പദ്ധതികൾ ഇതിലൂടെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ ധനസ്രോതസ്സാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയുടെ വികസന പദ്ധതിയാണെങ്കിലും, വിഴിഞ്ഞം ഹാർബറിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണെങ്കിലും, അതുപോലെ എടുത്തു പറയാവുന്ന മലയോര ഹൈവേ ആണെങ്കിലും, ഇങ്ങനെ തുടങ്ങിയ നിരവധിയായ പ്രധാന പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനും പൂർത്തീകരണത്തിലേക്ക് എത്താനും കഴിഞ്ഞത് കിബി ഫണ്ട് ലഭ്യമായതുകൊണ്ട് മാത്രമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പല പദ്ധതികളും കാലാകാലങ്ങളിൽ ഉൾപ്പെടുത്തി ബഡ്ജറ്റുമായി ബന്ധപ്പെടുത്തി നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നുവെങ്കിലും ഇത്രയധികം തുക ഈ ചെറിയ കാലയളവിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന രംഗത്തൊരു വലിയ കുതിപ്പ് ഉണ്ടാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് കിബി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കിബി വഴി ഫണ്ട് സംഭരിക്കാൻ, ശേഖരിക്കാൻ ഗവൺമെൻറ് ആലോചിക്കുമ്പോൾ തന്നെ അതിനെതിരായി ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വരികയുണ്ടായി. എന്നാൽ അതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് നമുക്ക് കാലം തെളിയിക്കുകയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം 6000 കോടിയിലധികം രൂപ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അത് പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. എല്ലാ ഗ്രാമ നഗര പ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങൾ, പ്രൈമറി വിദ്യാലയം മുതൽ ഹയർ സെക്കൻഡറി വരെ ആണെങ്കിലും, ഹൈസ്കൂൾ കോളേജുകളുടെ ആണെങ്കിലും, അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെടുന്ന വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും എല്ലാം ആ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരണവും നടന്നുകൊണ്ടിരിക്കുന്നതും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ആ അടിസ്ഥാന സൗകര്യ വികസനം യാഥാർത്ഥ്യമാക്കിയപ്പോൾ ഏകദേശം 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ നമുക്ക് ഗവൺമെൻറ് പൊതുവിദ്യാലയങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ, അതുപോലെ ഓരോ മേഖലകളായി എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഈ കിബിയുടെ പ്രാധാന്യം നമുക്ക് എന്തായിരുന്നു, എന്താണ് അവരുടെ പങ്ക് എന്ന് കാണാൻ കഴിയുന്ന ഒന്നാണ്. ഓരോ നിയോജക മണ്ഡലമായി എടുത്താൽ ആ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലമായ തലങ്ങളിലേക്ക് എത്തിയത് കാണാൻ കഴിയും. എൻ്റെ മണ്ഡലത്തിൽ നെടുമങ്ങാട് വഴിയില പഴകുറ്റി റോഡ് 10 കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണത്തിന്, അതിൻ്റെ വസ്തുവിൻ്റെ അക്വിസിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കായി ഏകദേശം 1000 കോടിയിലധികം രൂപ ചിലവ് വരികയാണ്. 1000 കോടി രൂപയിലധികം ചിലവ് വരുന്ന ഒരു പദ്ധതി നമ്മുടെ ബഡ്ജറ്റിലൂടെ നമുക്ക് നടപ്പാക്കാൻ എത്ര പ്രയാസകരമാണ് എന്ന് അതുമായി ബന്ധപ്പെടുന്ന അനുഭവമുള്ളവർക്കറിയാം. കിബി ഫണ്ടിലൂടെയാണ് അതിൻ്റെ വസ്തുവിൻ്റെ അക്വിസിഷൻ നടപടികൾ ഇപ്പോൾ പൂർത്തിയാകാൻ കഴിഞ്ഞത്. അതുപോലെ നിർമ്മാണ പ്രവൃത്തിക്ക് മേൽപ്പാലത്തിൻ്റെ ആണെങ്കിലും റോഡിൻ്റെ ആണെങ്കിലും നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നതും അതുകൊണ്ടാണ്. അത്രയധികം തുക ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു റോഡിൻ്റെ വികസനത്തിന് ചിലവഴിക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷം പകരുന്ന ഒന്നാണ് എന്നതാണ് സത്യം.
അതുപോലെ നെടുമങ്ങാട് മാർക്കറ്റ് 26 കോടിയോളം രൂപ ചിലവഴിച്ച് നിർമ്മാണ പ്രവൃത്തിയിലാണിപ്പോൾ. അതുപോലെ തന്നെ പഴകുറ്റിയിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള 19 കിലോമീറ്റർ റോഡ്, ആ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഏകദേശം 150 കോടിയിലധികം രൂപയാണ് വസ്തുവിൻ്റെ അക്വിസിഷനും നിർമ്മാണ പ്രവൃത്തികൾക്കുമായി ചിലവഴിക്കേണ്ടി വരുന്നത്. 2 റീച്ചുകളുടെ വർക്ക് നടക്കുകയാണ്. സ്കൂളുകൾ, എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഈ പദ്ധതിയിലൂടെ, ഈ ഫണ്ടിലൂടെ നമുക്ക് ആ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനും നടന്നുകൊണ്ടിരിക്കുന്നതും കാണാൻ കഴിയും. ഗവൺമെൻറ് കോളേജ് നെടുമങ്ങാട്, അതുപോലെ നെടുമങ്ങാട് പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട്, നെടുമങ്ങാട് റെസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട്, അങ്ങനെ തുടങ്ങി നെടുമങ്ങാടുമായി ബന്ധപ്പെട്ട് തന്നെ റവന്യൂ വകുപ്പിൻ്റെ റവന്യൂ ടവർ, RDO ഓഫീസ് അടക്കമുള്ള ആ സമുച്ചയ നിർമ്മാണത്തിന് 10 കോടിയിലധികം രൂപ ചെലവഴിക്കുന്നു. പോത്തങ്കോടുള്ള സിവിൽ സ്റ്റേഷന് 10 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കുകയുണ്ടായി. ഇങ്ങനെ തുടങ്ങി അതുപോലെ മേൽപ്പാലങ്ങൾ, നിരവധിയായിട്ടുള്ള ഇത്തരം വികസന പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിനകത്ത് പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് കിബി ഫണ്ട് ഉറപ്പാക്കാൻ കഴിയുന്നതിലൂടെയാണ്. സംസ്ഥാനത്ത് ഏകദേശം 30,000 കോടിയിലധികം രൂപ ഈ നിലയിൽ ഇപ്പോൾ തന്നെ ചിലവഴിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിൻ്റെ ദീർഘവർഷത്തെ, കേരളം എത്രയോ, നമുക്ക് ഒരു സമീപകാലം ഒരു 10-30 വർഷക്കാലത്തെ കേരളത്തിൻ്റെ ഭരണമേഖലയുമായി ഒന്ന് പുറകോട്ട് ഓടിച്ചു നോക്കിയാൽ കേരളത്തിൽ ഈ കഴിഞ്ഞ 9 വർഷം പിണറായി വിജയൻ സർക്കാരിൻ്റെ 1-2 സർക്കാരിൻ്റെ ആ കാലയളവിൽ കിബി ഫണ്ട് പ്രയോജനപ്പെടുത്തിയതിൻ്റെ മാറ്റം നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് സന്തോഷം പകരുന്ന കാര്യം. ഇത് കൂടുതൽ വിപുലമാകാൻ, കൂടുതൽ വിജയകരമാകാൻ എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണമാണ് ജനങ്ങളും പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ഈ കിബിയിലൂടെ നമുക്ക് സംഭരിക്കാൻ കഴിഞ്ഞ ധനസ്രോതസ്സ്, അതിൻ്റെ പ്രയോജനം ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.